പ്രാചീന തമിഴ് സാഹിത്യത്തിലെ അത്യുജ്വലമായ ഒരു ശൈവ ആത്മീയ കൃതിയെക്കുറിച്ചിട്ടാണ് പുതിയതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ആ ഗ്രന്ഥത്തിൻ്റെ പേര് തിരുവിളയാടൽ പുരാണം എന്നാണ്. തമിഴിലെ ആധ്യാത്മിക രംഗത്ത് ഏറെ പ്രശോഭിക്കുന്ന തിരുവിളയാടൽ പുരാണം ശിവൻ്റെ 64 ലീലകളെക്കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു ശൈവ ആത്മീയ കാവ്യമാണ് തിരുവിളയാടൽ പുരാണം. ഇത് എഴുതിയത് പരഞ്ജ്യോതി മുനിവർ എന്ന് പറയുന്ന മഹായോഗിവര്യനാണ്. പെരിയ പുരാണത്തിൽ വർണ്ണിക്കുന്ന 64 ശിവയോഗികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലരിൽ ഒരാളാണ് പരഞ്ജ്യോതി മുനിവർ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 16-ാം നൂറ്റാണ്ടിലാണ്. പാണ്ഡ്യ രാജ്യവംശം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം പാണ്ഡ്യരാജാവിൻ്റെ കുലശേഖര പെരുമാൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു പരഞ്ജ്യോതി മുനിവർ. ഈ പരഞ്ജ്യോതി പിന്നീട് ആത്മീയതയിലേക്ക് തിരിയുകയും ശൈവത്തിൻ്റെ അത്യുന്നത തലങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത ഒരു വലിയ ശിവയോഗിയാണ്. 500 വർഷത്തെ പാണ്ഡ്യരാജവംശത്തിൻ്റെ ചരിത്രം നമുക്ക് തിരുവിളയാടൽ പുരാണത്തിൽ കാണാൻ കഴിയും. മധുരയിലാണ് ഈ ശിവലീലകളെല്ലാം ആടുന്നത്. തിരുവിളയാടൽ പുരാണത്തിന് 3 കാണ്ഡങ്ങളുണ്ട്. മധുരകാണ്ഡം, പിന്നെ കൂടാൽ കാണ്ഡം, തിരുആലവൈ കാണ്ഡം. മധുരകാണ്ഡത്തിൽ 18 അധ്യായങ്ങളും കൂടാൽ കാണ്ഡത്തിൽ 30 അധ്യായങ്ങളും തിരുആലവൈ കാണ്ഡത്തിൽ 16 അധ്യായങ്ങളും ഉണ്ട്. ഈ അധ്യായങ്ങളിലൂടെ ശിവൻ്റെ 64 ലീലകളെക്കുറിച്ച് വളരെ ഗംഭീരമായി വർണ്ണിക്കുന്നു. മധുര മീനാക്ഷി ക്ഷേത്രവുമായി ഈ തിരുവിളയാടൽ പുരാണത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. നമുക്ക് ആദ്യം ഈ തിരുവിളയാടൽ പുരാണം നടന്ന ആ മധുരയിലെ വളരെ പ്രശസ്തമായ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ സുന്ദരേശമൂർത്തിയാണ്, ശിവൻ. ഇന്ന് പക്ഷേ പ്രസിദ്ധി മീനാക്ഷി ദേവിക്കാണ്. മധുരയ്ക്ക് ആ പേര് സിദ്ധിച്ചതിൻ്റെ കാരണമായി തിരുവിളയാടൽ പുരാണത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സുന്ദരേശൻ തൻ്റെ ജടയിലെ ചന്ദ്രക്കലയിലെ അമൃതധാര കൊണ്ട് ആ പ്രദേശത്തെയാകെ നനച്ചതുകൊണ്ടാണ് മധുരയ്ക്ക് ആ പേര് വന്നത്. മധുരയുടെ അതിനു മുമ്പിലത്തെ പേര് കൂടാൽ എന്നായിരുന്നു. അതുകൊണ്ടാണ് തിരുവിളയാടൽ പുരാണത്തിലെ ഒരു കാണ്ഡത്തിന് കൂടാൽ പുരാണം എന്ന് പേരിട്ടത്. ഈ ഗംഗയിലെ ജലമാണ് പിന്നെ പ്രധാനമായിട്ട് അവിടെ ഒഴുകിയത്. അതുകൊണ്ട് അതിന് ആലവായി, തിരുആലവായി കാണ്ഡം എന്ന അവസാനത്തെ കാണ്ഡത്തിനും തിരുവിളയാടൽ പുരാണത്തിൽ പേര് കൊടുത്തിരിക്കുന്നു. ശിവക്ഷേത്രങ്ങളിൽ വച്ച് പ്രസിദ്ധങ്ങളായവ 68 എണ്ണമാണ്. ഇവയിൽ തന്നെ 14 എണ്ണം കൂടുതൽ പ്രസിദ്ധമാണ്. അതിൽ തന്നെ കാശി, കാളഹസ്തി, ചിദംബരം, പിന്നെ അതേപോലെ തന്നെ മധുര മീനാക്ഷി ക്ഷേത്രം എന്നിവ ഏറ്റവും പ്രധാനങ്ങളാണ്. മധുര ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി അത് ബ്രഹ്മാവിൻ്റെ സഹസ്രാര പത്മസ്ഥാനമാണെന്ന് പറഞ്ഞിരിക്കുന്നു.
തന്ത്രശാസ്ത്രപ്രകാരം മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ 6 ആധാര സ്ഥാനങ്ങളാണുള്ളത്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിവയാണവ. ഷഡാധാരങ്ങൾ എന്ന് പറയുന്ന 6 ആധാരചക്രങ്ങൾക്കും അപ്പുറം സഹസ്രാരപത്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ആധാരചക്രമുണ്ട്. അത് സഹസ്രാരപത്മം എന്ന പേരിൽ ശിരസിലറിയപ്പെടുന്നു. ഇവ യഥാക്രമം ഗുദലിംഗവും നാഭി, ഉരസ്, ഹൃദയം, കണ്ഠം, പൂരകമധ്യം, ശിരസ് എന്നിവിടങ്ങളാണ്. ഏറ്റവും ഉപരിയായി നിൽക്കുന്ന സഹസ്രാരപത്മത്തിലാണ് സദാശിവൻ സോമസുന്ദരൻ കുടികൊള്ളുന്നത്. മൂലാധാരത്തിൽ 3.5 ചുറ്റോടുകൂടി കുണ്ടലിനി നിദ്ര കൊള്ളുന്നു. തന്ത്രശാസ്ത്രപ്രകാരം മോക്ഷം കുണ്ടലിനിയെ ഉണർത്തിക്കൊണ്ടുവന്ന് ആധാരചക്രങ്ങളുടെ സഹസ്രാരപത്മത്തിലെത്തിച്ച് അവിടെ വസിക്കുന്ന ശിവനുമായി താതാത്മ്യം പ്രാപിക്കുക എന്നതാണ്. സമഷ്ടി ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ത്രിപുരസുന്ദരിയാണ് വെഷ്ടി ശരീരത്തിൽ കുണ്ടലിനിയായി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പുരാണത്തിൽ, തിരുവിളയാടൽ പുരാണത്തിൽ ബ്രഹ്മാവിൻ്റെ ശരീരത്തെയാണ് ചിത്രീകരിക്കുന്നത്. അതായത് ബ്രഹ്മാവിൻ്റെ ശരീരത്തെയാണ് ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. ഇവിടെ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത് ഭാരതത്തെ തന്നെയാണ്. മൂലാധാരം മുതലായ 6 ചക്രങ്ങളുടെ പ്രതീകങ്ങളായി 6 ശിവക്ഷേത്രങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. 7ാമത്തേതായ സഹസ്രാരപത്മത്തിൻ്റെ പ്രതീകമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. അപ്പോൾ ശിവശക്തി ഐക്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവ ഐക്യമേളനം അവിടെ ചെല്ലുമ്പോൾ സാധകന് ലഭിക്കുന്നു. അതുതന്നെയാണ് തിരുവിളയാടൽ പുരാണത്തിലും നാം ഈ 3 കാണ്ഡങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും സംഭവിക്കുന്നത്. മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി സഹസ്രാരത്തിലെത്തിച്ചേർന്ന് സോമസുന്ദരനുമായി മേളിച്ച് ശിവശക്തി ഐക്യമേളനം നടത്തുമ്പോഴുണ്ടാകുന്ന ആ ദിവ്യാനുഭൂതി തിരുവിളയാടൽ പുരാണം പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ഓം ശിവായ.